നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൽ ഈ വരുന്ന എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ വന്നിരിക്കുന്ന പബ്ലിക് എക്സാമിനും ഒപ്പം തന്നെ മോഡൽ എക്സാംസിനും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് എടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, പഠിച്ചിരിക്കുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ചോദിച്ചേക്കാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് അതേഴ്സ് വിത്ത് ദ പീപ്പിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു മീനിങ് നമ്മൾ എഴുതുക കേട്ടോ. വിത്ത് ദി ഒബ്ജക്റ്റ് ഓഫ് അച്ചീവിങ് ഡിസൈഡ് കോമൺ ഗോൾസ്. ഒരു മാനേജ്മെൻറ്റിൽ എന്ത് ലക്ഷ്യത്തിലൂടെയാണോ അല്ലെങ്കിൽ കോമൺ ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്പനിയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യമാണല്ലേ, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു മീനിങ്ഫുൾ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആൻസർ കീ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് നമുക്ക് വാല്യുവേഷൻ്റെ സമയത്ത് അധ്യാപകർക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ കീയാണ്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ മാർക്കിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നത്. മാർക്ക് കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോവിങ് ചാർട്ട്. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് LPG അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് അല്ലേ, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് എൻവയറമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ പ്ലാനിങ് പ്രെമീസസ്. എന്താണ് പ്ലാനിങ് പ്രെമീസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റ് പ്രിപ്പയർ പ്ലാൻസ് ഫോർ ദി ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസർട്ടൈൻ. മാനേജ്മെൻറ്റ് പ്ലാനുകൾ ആസൂത്രണം നടത്തുന്നത് ഭാവിയിലേക്കാണ് അല്ലേ, ഫ്യൂച്ചറിന് വേണ്ടിയാണ്. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അനിശ്ചിതത്വം ഉള്ളതാണ് അല്ലേ, അൺസർട്ടൻ ആണ്. Therefore, they develop the plans on the basis of some assumptions about the future. അപ്പോൾ നമ്മുടെ ഭാവിയിലെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ചില അനുമാനങ്ങൾ, സങ്കല്പങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഭാവിയിൽ ഇത്ര കണ്ട് വർദ്ധിച്ചേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം. അങ്ങനെ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സങ്കല്പങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് പ്രെമീസസ് എന്ന് പറയുന്നത്. ദീസ് അസംഷൻസ് ആർ നോൺ ആസ് പ്ലാനിങ് പ്രെമീസസ്. ഇനി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും അല്ലേ. ഫോർമൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഈസ് ഡിസൈൻഡ് ബൈ ദ മാനേജ്മെൻറ്റ് ടു അക്കംപ്ലിഷ് എ പർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഘടന ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാനേജ്മെൻറ്റ് തന്നെയാണ് അല്ലേ. ഒരു പർട്ടിക്കുലർ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയൊക്കെ ഓരോരുത്തരുടെയും മാനേജ്മെൻറ്റിൽ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യമാണ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ ബേസ് ചെയ്തുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലേ. ലിസ്റ്റ് ഔട്ട് ദ 4 എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ്റെ 4 എലമെൻറ്റ്സ് പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അല്ലാതെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം കേട്ടോ. സൂപ്പർവിഷൻ എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ 1-2 സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ്റെ 4 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ 4 സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് പ്രോസസ്സ്. കൺട്രോളിംഗ് പ്രോസസ്സ് അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്കത് എസ്സേ ആയിട്ടും ചോദിക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്, നമ്മൾ മുൻപ് സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അനലൈസിങ് ദ ഡീവിയേഷൻ, മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അനാലിസിസ് നടത്തുന്നു. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, നമ്മളതിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വേണ്ടിയുള്ള തിരുത്തൽ നടപടികൾ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് 4 സ്റ്റെപ്പുകൾ കൺട്രോളിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. പ്രോഫിറ്റ് ഈസ് വൺ ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി അതിൽ ഒരെണ്ണമാണല്ലേ. റൈറ്റ് അതർ 2 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. മറ്റ് 2 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർവൈവലും ഗ്രോത്തുമാണ് മറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ. മറ്റ് 2ൻ്റെയും പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് ദി എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് പാർട്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഇപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഒരു എൻ്റർപ്രൈസിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ആളുകളുടെ, അതായത് കുറേ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, കുറേ എംപ്ലോയീസ് ഉണ്ടല്ലോ, മാനേജ്മെൻ്റ് ഉണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, ആരാണ്
ഏറ്റവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്, അതിൻ്റെ കീഴിൽ വരുന്ന ആരൊക്കെയാണ്, ഡിപ്പാർട്ട്മെൻറ്റൽ ആയിട്ടുള്ള മാനേജേഴ്സ് ആരൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പാണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിക്ക് ബേസ് ചെയ്തുള്ള അത്തരത്തിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ്, അല്ലെങ്കിൽ വേരിയസ് പൊസിഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മാനേജേഴ്സിനും എംപ്ലോയീസിനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ് അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നതാണ്, നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി ടു റൈറ്റ്സ് എൻജോയ്ഡ് ബൈ എ കൺസ്യൂമർ ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉള്ള 2 റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കൺസ്യൂമർ റൈറ്റ്സ് അതിലുള്ള റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ നമുക്ക് 4 പോയിൻറ്റുകളോ അല്ലേ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ 2 എഴുതിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും 2 എഴുതി എക്സ്പ്ലനേഷൻ കൊടുക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. ദെൻ റൈറ്റ് എനി 2 ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കിയിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. വാട്ട് ഈസ് ഫറ്റീഗ് സ്റ്റഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫറ്റീഗ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഫറ്റീഗ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫറ്റീഗ് സ്റ്റഡി എന്നുള്ളത് നമുക്ക് നോക്കാം. ഫറ്റീഗ് സ്റ്റഡി ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് റിക്വയർഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ വർക്ക് അണ്ടർ സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഒരു വർക്കർ ജോലി ചെയ്യുമ്പോൾ അയാളുടെ ജോലിക്കിടയിൽ എത്ര റെസ്റ്റ് ഇൻ്റർവെൽസ്, വിശ്രമവേളകൾ കൊടുക്കണം, അതിൻ്റെ ഫ്രീക്വൻസി എത്ര തവണ കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു സ്റ്റഡിയാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് നമ്മുടെ ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അത് നമുക്ക് ഒഴിവാക്കാം, അതും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ആസ് പെർ ഹിൻഡ് ഗിവൺ. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, അത് ഇക്കണോമിക് എൻവയറമെൻറ്റിൽ പെടുന്നു. കസ്റ്റംസ് ട്രഡീഷൻസും ഇന്നോവേഷൻ ഇൻ ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും, അത് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏത് എൻവയറമെൻറ്റിലാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കസ്റ്റംസ് ട്രഡീഷൻസും സോഷ്യൽ എൻവയറമെൻറ്റിലാണ് അല്ലേ. സോഷ്യൽ എൻവയറമെൻറ്റ് മനുഷ്യരുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഇന്നോവേഷൻ ഇൻ ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ഇന്നോവേഷൻ, പുതിയൊരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയറമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അറേഞ്ച് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് പ്രോപ്പർലി. ഓർഗനൈസിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് അത് താഴെ പറയുന്നത് ഏതൊക്കെയാണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങളാണ് അതിൻ്റെ കൃത്യമായിട്ട് ഓർഡർ എന്ന് പറയുന്നത്, സ്റ്റെപ്പ്. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, അത് പഠിച്ചു വയ്ക്കുക. ദെൻ റൈറ്റ് 2 ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എസ് ആയിട്ട് വരാൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും 2 ഓർഗനൈസേഷണൽ ബാരിയർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷണൽ പോളിസി, റൂൾസ്, സ്റ്റേറ്റസ് ഓഫ് സുപ്പീരിയർ കോൺഷ്യസ്നെസ്, കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ലാക്ക് ഓഫ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റി. അപ്പോൾ അത് ഓർഗനൈസേഷൻ്റെ ബാരിയറായിട്ട് അത് ചിലപ്പോൾ ചോദിക്കാം. അത്തരം ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക. വാട്ട് ഈസ് മെൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് കറണ്ട് ഓർ പാസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ നിലവിലുള്ള ജീവനക്കാരുടെ ഇപ്പോഴത്തെ പെർഫോമൻസോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസോ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് നിശ്ചിത ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ നിശ്ചിത നിലവാരത്തിലേക്ക് അവർ ആ ജോലി എത്തിച്ചിട്ടുണ്ടോ, അവരുടെ പെർഫോമൻസ് അത്രയും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആ ഒരു അപ്രൈസൽ പ്രോസസ്സ്, വിലയിരുത്തൽ പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അല്ലേ. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ഫ്രം ദി സ്റ്റാൻഡേർഡ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദി നോട്ടീസ് ഓഫ് മാനേജർ ഫോർ സേവിങ് ദ മാനേജറിയൽ ടൈം. അതായത് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ ഡീവിയേഷൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ ടോപ്പ് മാനേജ്മെൻറ്റ് ശ്രദ്ധയിൽ അത് പെടുത്തേണ്ട ആവശ്യമുള്ളൂ. നമുക്കത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ ഡീവിയേഷൻ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡീവിയേഷൻസ് മാത്രം ഉള്ളെങ്കിൽ അത് ലോവർ ലെവലിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൺലി എക്സെപ്ഷണൽ മാറ്റേഴ്സ് ആർ ടു ബി ഹാൻഡിൽഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ലിവിങ് ഓൾ റൊട്ടീൻ മാറ്റേഴ്സ്, റൊട്ടീനായിട്ടുള്ള അല്ലെങ്കിൽ അത്ര സീരിയസ് അല്ലാത്ത മാറ്റേഴ്സ് എല്ലാം ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്.
നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ക്യാപിറ്റൽ ഈസ് മെൻഷൻഡ് ഇൻ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ പറയുന്നതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടൈം സെക്യൂരിറ്റി, അത് നമുക്ക് ഫിക്സഡ് ക്യാപിറ്റലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടൈം സെക്യൂരിറ്റി അതെന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ, വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ലിസ്റ്റ് ഔട്ട് എനി 2 സെലക്ഷൻ ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ടിങ് ആൻ എംപ്ലോയി. അപ്പോൾ എംപ്ലോയി സെലക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ എന്താണ്? അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് അല്ലേ. നമുക്കിവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പ്രൊഫഷൻസി ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡെക്സ്ട്രേറ്റ്സ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, മൂവ്മെൻറ്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് അല്ലേ. ഏതെങ്കിലും 2 എണ്ണം എഴുതുക. 2 എണ്ണത്തിനുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പേരെഴുതിയാൽ മാത്രം നിങ്ങൾക്ക് 2 മാർക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഗിവ് ദ റീസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, സ്റ്റാഫിങ്. അപ്പോൾ ഇവിടെ മോട്ടിവേഷന്, കമ്മ്യൂണിക്കേഷന്, ലീഡർഷിപ്പ് ഇതൊക്കെ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആണല്ലേ. അപ്പോൾ സ്റ്റാഫിങ് മാത്രമാണ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിൽ പെടുന്നത്. അതുകൊണ്ട് ഇതാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. ഗീവ് എനി 2 റീസൺസ് ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. മാനേജ്മെൻറ്റ് സയൻസ് ആണോ ആർട്ടാണോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ ആർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു സയൻസുമാണ് ആർട്ടുമാണ്. എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ആ രീതിയിൽ 2 മാർക്കിൻ്റെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, നോക്കുക. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഒരു സയൻസാണെന്ന് പറയാൻ കാരണം ഇത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്, പ്രിൻസിപ്പൾസ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെയാണ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫാക്ടേഴ്സ്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും 2 പോയിൻറ്റുകളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്നതിൽ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് എമംഗ് ദ എംപ്ലോയിൻ്റെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പിരിറ്റ് അല്ലേ. എക്സ്പെറേറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണല്ലോ 5 ദ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ് ഇൻ ദി ഓർഗനൈസേഷൻ എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്താണ്? ഓർഡർ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണല്ലേ. അപ്പോൾ എക്സ്പെറേറ്റ് ഡി കോർപ്സ് പിന്നെ ഓർഡർ. ഓക്കെ. എക്സ്പ്ലെയിൻ ഹൗ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിങ്ങിനെ പ്ലാനിങ് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെ സഹായിക്കുന്നുള്ള ചോദ്യം. അപ്പോൾ പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ടാർഗറ്റ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്. അപ്പോൾ നമുക്ക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടാർഗറ്റ് നിശ്ചയിക്കുകയും പിന്നീട് ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്തൊക്കെയായിരിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ലുക്ക് ഇൻ ടു ദ ഫ്യൂച്ചർ ആൻഡ് മേക്സ് ചോയ്സ് ഫ്രം ദി അമംഗ്സ്റ്റ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ്, ഒരു കാര്യം ചെയ്യാനുള്ള പലതരത്തിലുള്ള വഴികൾ നമ്മൾ കാണുകയും ആ വഴികൾ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിനെ അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. കംപ്ലീറ്റ് ദ ചാർട്ട്. ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ ഓർഗനൈസേഷണൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് ആണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ ബിസിനസ് എൻവയർമെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിസിനസ് എൻവയർമെൻറ്റ് എന്താണെന്നുള്ളത് ചോദിക്കാം. ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ദ ബിസിനസ് എക്സിസ്റ്റ് അല്ലേ. ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകളെയാണ് ബിസിനസ് എൻവയർമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ സോഷ്യൽ എൻവയർമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയർമെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള എൻവയർമെൻറ്റ് ഉണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. പ്ലാൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി യൂസ് ആൻഡ് ലെങ്ത് ഓഫ് ദി പീരീഡ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പലതരത്തിലുള്ള പ്ലാനിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്, അതായത് നമുക്ക് സ്റ്റാൻഡിങ് പ്ലാന്, സിംഗിൾ യൂസ് പ്ലാന്, അങ്ങനെ 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാം അല്ലേ. ബേസ്ഡ് ഓൺ ദി യൂസ് ആൻഡ് ലെങ്ത് ഓഫ് പ്ലാനിങ് പീരീഡ്. അപ്പോൾ പ്ലാനിങ് പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര നാളുണ്ട് ഒരു പ്ലാൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുവായിട്ട് പ്ലാനുകളെ തരംതിരിക്കുന്നത് സ്റ്റാൻഡിങ് പ്ലാനെന്നും സിംഗിൾ യൂസ് പ്ലാനെന്നുമാണ്. Then every organization will be characterized by both centralization and decentralization. അപ്പോൾ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെൻട്രലൈസേഷൻ എന്താണെന്ന് പഠിച്ചിരിക്കണം, ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതോറിറ്റി ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് സെൻട്രലൈസേഷൻ എന്നും അതോറിറ്റി നമ്മൾ ഡെലിഗേഷനിലൂടെ താഴെത്തട്ടിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് വീതിച്ചു കൊടുക്കുന്നതിന് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും അല്ലേ. സെൻട്രലൈസേഷനിൽ എംപ്ലോയി മോട്ടിവേഷൻ അവിടെ കുറവാണ്, ഡീമോട്ടിവേഷനാണ് നടക്കുക. കാരണം അധികാരം കുറച്ച് ആളുകൾ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നു അല്ലേ. അത് താഴെത്തട്ടിലേക്കൂടെ കിട്ടുമ്പോൾ അധികാരം കിട്ടുന്ന ആളുകൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ.
അപ്പോൾ അത്തരത്തിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഫെഡറലൈസ്ഡ് പ്രോസസ്സിൽ സ്ലോ ആയിരിക്കും, ഡീഫെഡറലൈസേഷൻ അത് സിഗ്നിഫിക്കൻ്റ്ലി ഫാസ്റ്റർ ആയിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ലിസ്റ്റ് ഔട്ട് ദ 4 എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. നമ്മൾ ആദ്യം കണ്ടതാണ് ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ് അല്ലേ. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഇനി പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻ്റർ റിലേറ്റഡ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇൻ്റർ റിലേറ്റഡ് ആണ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും സയാമിസ് ട്വിൻസ് പോലെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ പ്ലാനിങ് കൺട്രോളിങ്ങും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള 2 മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. എ സിസ്റ്റം ഓഫ് കൺട്രോൾ പ്രീസപ്പോസസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സെർട്ടൺ സ്റ്റാൻഡേർഡ്. അപ്പോൾ കൺട്രോളിങ് വേണമെങ്കിൽ നമുക്ക് അറിയാം സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ. അതായത് അത് പ്ലാനിങ്ങിലാണ് നടക്കുന്നത്. പ്ലാനിങ്ങിലാണ് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ പോയതെന്നുള്ളത് കൺട്രോളിങ്ങിൻ്റെ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ വെറുതെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതിന് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്ലാനിങ്ങിന് കൺട്രോളിങ് ആവശ്യമാണ്, കൺട്രോളിങ്ങിന് പ്ലാനിങ്ങും ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിൽ സർവൈവൽ വരും. സോഷ്യൽ ഒബ്ജക്റ്റീവിലും പേഴ്സണൽ ഒബ്ജക്റ്റീവിലും ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവിൽ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങി വരാം. ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കുന്നത്, ഒപ്പം തന്നെ ട്രെയിനിങ് ഡെവലപ്മെൻറ്റുള്ള അവസരങ്ങൾ, അതൊക്കെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിലും വരാം. ദെൻ റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അത് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നതാണ്, നമുക്ക് ഒഴിവാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എനി 4 റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കൺസ്യൂമറുടെ 4 റൈറ്റുകൾ നമ്മൾ ആദ്യം അത് ക്വസ്റ്റ്യനിൽ കണ്ടതാണ് അല്ലേ. റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹിയർഡ്. അപ്പോൾ അത്തരത്തിലുള്ള പോയിന്റുകൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ മെൻഷൻഡ് ഇൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്നതിൽ ഡെലിഗേഷൻ എലമെൻറ്റ്സ് അത് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് എൻഫോഴ്സ് ഒബീഡിയൻസ്. ഓർഡർ ഇടാനും അനുസരണം ആവശ്യപ്പെടാനുള്ള അധികാരത്തെ നമ്മൾ എന്താണ് പറയുക, അതോറിറ്റി എന്നാണ് പറയുന്നത് അല്ലേ. ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ഡ്യൂട്ടി, അതെന്താണ്, റെസ്പോൺസിബിലിറ്റി ആണല്ലേ. അപ്പോൾ ആദ്യത്തെ അതോറിറ്റി, രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡിസിപ്ലിൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡിസിപ്ലിൻ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ ഉള്ളതാണ്. അപ്പോൾ അത് ഡിസിപ്ലിൻ അല്ല, ആ 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അത് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ അത് എസ് എ ആയിട്ട് ചോദിക്കാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് എസ് എ ആയിട്ട് ഏതെങ്കിലും 5 എണ്ണം എഴുതാനോ ആ രീതിയിലൊക്കെ ആവശ്യപ്പെടാം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഡിസിപ്ലിൻ മീൻസ് ഒബീഡിയൻസ്, റെസ്പെക്റ്റ് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾ അല്ലേ. അപ്പോൾ ഒബീഡിയൻസ് അനുസരണ, ഒപ്പം തന്നെ റെസ്പെക്റ്റ് ഓഫ് അതോറിറ്റി അധികാരത്തോടുള്ള അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളോടുള്ള ഒരു ആദരവ്, ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾ നിയമങ്ങൾ പാലിക്കുക, അതെല്ലാം എന്താണ്, ഡിസിപ്ലിൻ്റെ ഭാഗമാണല്ലേ. അടുത്തത് വാട്ട് ഈസ് എൻവയറമെൻറ്റൽ സ്കാനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻവയറമെൻറ്റൽ സ്കാനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്റ്റ് ദ പെർഫോമൻസ് ഓഫ് ദി സ്റ്റഡി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എൻവയറമെൻറ്റൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എൻവയറമെൻറ്റിനെ കുറിച്ച് അറിയുന്നതിനാണ് കേട്ടോ. ഇത് എൻവയറമെൻറ്റിനെ പലതായിട്ട് തരംതിരിക്കുന്നു. ടു കംപ്ലീറ്റ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിസിനസ് എൻവയറമെൻറ്റ്. ബിസിനസ് എൻവയറമെൻറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുക, അതിനെയാണ് എൻവയറമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. ദെൻ നെയിം എനി 2 എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷനിലെ എലമെൻറ്റ്സ് നമ്മൾ കുറച്ച് മുമ്പ് പോലെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി അല്ല ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അക്കൗണ്ടബിലിറ്റി എന്താണ്, ഇത് നിങ്ങൾ 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കുക. ലിസ്റ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടുള്ള മെറിറ്റ് ഏതെങ്കിലും 2 മെറിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ട്രെയിനിങ് പ്രൊവൈഡ്സ് ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റി. എംപ്ലോയീസിന് കൂടുതൽ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ് ഹെൽപ്പ് ദ എംപ്ലോയി ടു ഏൺ മോർ. കൂടുതൽ അവർക്ക് ഏണിങ്സ്, അവരുടെ പെർഫോമൻസ് കൂടുമ്പോൾ ഏണിങ്സും അതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ വരുമാനവും കൂടുന്നു. ജോബ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൂടുന്നു, തൊഴിൽ സംതൃപ്തി കൂടുന്നു. അത്തരത്തിലുള്ള 2 പോയിൻറ്റുകൾ എഴുതി വയ്ക്കുക. ദെൻ ഗീവ് എനി 2 റീസൺസ് ഫോർ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിനുള്ള കാരണങ്ങൾ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് നമ്മൾ കണ്ടു. ഓർഗനൈസേഷണൽ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻ, സ്റ്റാറ്റസ്, അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 എഴുതുക അതിനെക്കുറിച്ച്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 1 മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജറിയൽ കൺട്രോൾ. ടെക്നിക്സ് ഓഫ് മാനേജറിയൽ കൺട്രോൾ നമുക്ക് ഒഴിവാക്കിയിരിക്കുന്ന പോർഷനാണല്ലേ, അത് ചോദിക്കാറില്ല. വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ലോങ് ടേമിലേക്ക് മുടക്കുന്ന തുകയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഈ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എഫ് ആയിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2 മാർക്കിൻ്റെ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് 5 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റേ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്